ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വ്യൂസ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവുപോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 24/4/2025 വ്യാഴാഴ്ച 24,245 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി 25/4/2025 വെള്ളിയാഴ്ച ഓപ്പൺ ചെയ്തത് 24,289 എന്ന ലെവലിലായിരുന്നു. അതായത് 44 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നൽകിയത്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഏതാണ്ട് 517 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് നൽകിയത്. അതും നല്ല ഫാൾ തന്നെയായിരുന്നു. ഓപ്പൺ ചെയ്ത് ആദ്യത്തെ 2 മിനിറ്റിനുള്ളിൽ തന്നെ ഏതാണ്ട് 76 പോയിന്റിന്റെ അപ്പ് മൂവ് നൽകി നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 360 എന്ന ലെവലിനെ ബ്രേക്ക് ചെയ്തു എങ്കിൽ പോലും തുടർന്ന് ആ ലെവൽ ഹോൾഡ് ചെയ്യാൻ സാധ്യമാകാതെ, ആ ലെവലിൽ ക്ലോസ് ചെയ്യാൻ സാധ്യമാകാതെ പ്രൈസ് പെട്ടെന്ന് തന്നെ ഫാൾ ആവുകയാണ് ചെയ്തിരുന്നത്. വളരെ വലിയ ഒരു വീഴ്ച തന്നെയായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ ഇത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും ഫർദർ ഒരു അപ്പ് മൂവും പ്രതീക്ഷിച്ച് ആരെങ്കിലുമൊക്കെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിരുന്നെങ്കിൽ ബേസ് ലോ എങ്കിലും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിയിരുന്നില്ല എങ്കിൽ അവർക്ക് ഭീകരമായ ലോസ് വന്നിട്ടുണ്ടാവേണ്ടതാണ്. എന്നാൽ വളരെ വ്യക്തമായി ശ്രദ്ധിച്ച് ചെറിയ ടൈം ഫ്രെയിമുകളെ പരിശോധിക്കുകയാണെങ്കിൽ 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു. അതായത് സാധാരണ നമുക്കറിയാം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയാൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റ് ലെവലുകളിൽ എത്തിയതിനു ശേഷം അല്ലെങ്കിൽ ആ ലെവലുകളോട് അടുപ്പിച്ച് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടുവരാറുണ്ട്. ആ തരത്തിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ ഏതൊരാൾക്കും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ കൊടുക്കാമെന്ന്, ഒരു സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാമെന്ന് കരുതിയിരുന്നെങ്കിൽ തീർച്ചയായും നല്ല പ്രോഫിറ്റ് വരുന്നത് കണ്ട് അന്തം വിട്ടിട്ടുണ്ടാവും എന്നേ പറയാൻ കഴിയുള്ളൂ. വളരെ വേഗം എവിടെയും ഒരു തട്ടും തടവും ഇല്ലാതെ താഴോട്ട് വീണു പോരുകയായിരുന്നു. ന്യൂസ് ബേസ്ഡ് ആയിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തത്. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന തലേ ദിവസമേ നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ, എല്ലാ ദിവസവും നിങ്ങൾ ഇത് രേഖപ്പെടുത്തുന്നവരാണെങ്കിൽ കൃത്യമായും ഈ തരത്തിലുള്ള 23,855 എന്ന ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കാൻ ഇടയുള്ള ലെവൽ രേഖപ്പെടുത്തിയിരുന്നു. ആ ലെവലിൽ വന്ന് കൃത്യമായും പ്രൈസ് റിവേഴ്സ് ആയി. എന്നാൽ 24,152 എന്ന ലെവൽ വരെ മാത്രം ടെസ്റ്റ് ചെയ്തതിനു ശേഷം വീണ്ടും പ്രൈസ് 24,000 താഴെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കൃത്യമായി ഇവിടെ പ്രൈസ് വ്യക്തമായി ടേൺ ആകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാൻ കഴിയുന്നതാണ്. പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റ് 1 by 1 ആയി ഇത്തരത്തിലുള്ള നമ്മൾ രേഖപ്പെടുത്തിയ റെസിസ്റ്റൻസ് ലെവലുകളിലേക്ക് തന്നെ പ്രൈസ് മൂവ് ചെയ്യുന്നത് കാണാൻ കിട്ടുന്നതാണ്. കൃത്യമായി പ്രൈസ് ആക്ഷൻ പ്രകാരം ട്രേഡ് ചെയ്യാൻ അറിയാവുന്നവർക്ക് നല്ല ഒരു ദിവസം തന്നെയായിരുന്നു. ആദ്യത്തെ ഫാള് അപ്രതീക്ഷിതമാണ്. അത് ലഭിച്ചില്ല എങ്കിൽ പോലും വീണ്ടും ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന, അഥവാ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസമായിരുന്നു. എന്നാൽ വ്യക്തമായി ട്രേഡ് ചെയ്യാൻ അറിയാവുന്നവർ സാമാന്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിരുന്നു. വ്യക്തിപരമായി ഞാൻ അന്ന് മാർക്കറ്റിലെ ആദ്യത്തെ ഒരു അരമണിക്കൂർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് ശ്രദ്ധിച്ചത് തന്നെയായിരുന്നില്ല. വ്യക്തിപരമായ ചില കാര്യങ്ങളുമായി മാറി നിൽക്കേണ്ടി വന്നതുകൊണ്ട് എനിക്ക് അന്നത്തെ മാർക്കറ്റ് ശ്രദ്ധിക്കാൻ തന്നെ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എങ്കിലും ഞാൻ ട്രേഡ് ചെയ്യുകയായിരുന്നെങ്കിൽ ഇത് ഇത്തരത്തിൽ ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ് എൻ്റെ അനലൈസേഷനിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച നൽകിയ ഈ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 2 ദിവസത്തെ അവധിക്ക് ശേഷം തിങ്കളാഴ്ച നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയായിരിക്കാം എന്ന് പരിശോധിക്കാം. 23,980 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 23,921 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാന റെസിസ്റ്റൻസ് ആയി 24,296 എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെ 173 എന്ന് പറയുന്ന മറ്റൊരു മൈനർ റെസിസ്റ്റൻസ്. അതുപോലെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ 24,367 എന്ന ലെവൽ ഒരു മൈനർ റെസിസ്റ്റൻസ് ആയി. ഇതിന് മുകളിൽ കയറി ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം പിന്നീട് പ്രതീക്ഷിക്കാവുന്ന ഒരു ടാർഗറ്റ് ലെവൽ എന്ന രീതിക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ 24,173 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്.
എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നു, ക്ലോസിംഗ് ലഭിക്കുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യമേ ലഭിക്കേണ്ട ടാർഗറ്റ് 23,921 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലുള്ള ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെയുള്ള ടാർഗറ്റ് ലെവലുകൾ നമുക്ക് ലഭിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തിനും 23,847 എന്ന കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ലോയ്ക്ക് താഴോട്ട് ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രമാണ് വീണ്ടും പ്രൈസ് വീക്ക് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് താഴെ കാണുന്നവ. അതിൽ പ്രധാന സപ്പോർട്ടായി കാണുന്നത് 23,445 എന്ന ലെവലാണ്. 54,476 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന സപ്പോർട്ട് തൊട്ട് താഴെയായി മൈനർ സപ്പോർട്ട് എന്ന രീതിയിൽ 54,333 എന്ന ലെവൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 55,135, 55,555, 912, 56,117 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസുകളാണ് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൊജക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 55,135 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. ആ തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൈസ് പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്ന് കരുതുന്നു. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 54,333 എന്ന ലെവലാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് വന്നേക്കാം. അങ്ങനെയെങ്കിൽ 54,174 എന്ന കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ലെവലിന് താഴോട്ട് ഒരു ക്ലോസിംഗ് ഒരു 15 മിനിറ്റ് ബേസിസിലെങ്കിലും കിട്ടുകയാണെങ്കിൽ മാത്രം തുടർന്ന് താഴെ രേഖപ്പെടുത്തിയിട്ടുള്ള ടാർഗറ്റുകൾ ലഭിക്കാമെന്ന് കരുതുന്നു. അതിൽ പ്രധാന സപ്പോർട്ടായി 52,893 എന്ന ലെവലാണ് ഞാൻ കണക്കാക്കുന്നത്. 79,028 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 78,821 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ റെസിസ്റ്റൻസുകളിൽ 80,021 എന്ന ലെവലാണ് ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ലെവൽ. അതിന് താഴെ 79,772 എന്ന മൈനർ റെസിസ്റ്റൻസും ഈ ലെവലിന് മുകളിൽ 80,260 എന്ന മറ്റൊരു റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൊജക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. അതിൽ ലഭിക്കേണ്ട ടാർഗറ്റ് 79,772 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ക്ലോസിംഗ് ലഭിക്കുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ റെസിസ്റ്റൻസുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടത് 78,821 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്ലോസിംഗ് ആണ്. അത്തരം ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ അതായത് കഴിഞ്ഞ ദിവസം നൽകിയ ലോയ്ക്ക് താഴോട്ട് ഒരു 15 മിനിറ്റ് 1 മണിക്കൂർ ക്ലാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്.
അവ 78,252, 77,538, 77,109 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. ഇവ നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത്രയുമാണ് തിങ്കളാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ. ഡിസ്ക്ലെയിമർ: ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ എന്റെ ട്രേഡിംഗ് ആവശ്യത്തേക്ക് തയ്യാറാക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണ് ഇത്. നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്കും പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ, പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ലൈക്കുകൾ നൽകുന്നതിനൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. തിങ്കളാഴ്ചയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.